പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം അത്യന്തികം ഭീതിജനകമായ ഘട്ടത്തിലേക്ക് നീങ്ങവേ ലോകത്തെ വിറപ്പിക്കുന്ന സൈനിക കരുത്ത് പ്രകടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ലോകാവസാന മിസൈൽ എന്നറിയപ്പെടുന്ന മിനിറ്റ്മാൻ 3 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ആഗോള രാഷ്ട്രത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടാക്കിയിരിക്കുന്നു. കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ച് പസഫിക് സമുദ്രത്തിലെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ച ഈ മിസൈൽ അമേരിക്കയുടെ ആണവ പ്രതിരോധ ശേഷിയുടെ ആധുനിക മുഖമാണ്. സാധാരണ പരീക്ഷണം എന്ന നിലയിൽ അമേരിക്ക ഇതിനെ ലഘൂകരിക്കുമ്പോഴും പശ്ചിമേഷ്യ കലുഷിതമായ ഈ സമയത്ത് ശത്രു രാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ലോകത്തെവിടെയുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ള മിനിറ്റ്മാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അമേരിക്ക പരീക്ഷിച്ചത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ സംഘർഷാവസ്ഥയിൽ തന്നെയാണ് അമേരിക്ക ഇത് പരീക്ഷിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അതിനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ലോകാവസാന മിസൈൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആയുധത്തിന്റെ പരീക്ഷണം പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക കൂടി ഉയർത്തുന്നതാണ്. ഈ മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. മണിക്കൂറിൽ ഏകദേശം 24,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിന് 9,600 കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രു താവളങ്ങളെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും. ഭൂഖണ്ഡങ്ങൾ താണ്ടി നിശ്ചിത സമയത്തിനുള്ളിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള US പ്രതിരോധ നിരയിലെ ഏറ്റവും കരുത്തുറ്റ ആയുധമാണിത്. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കവും നടന്നിരിക്കുന്നത്. നിലവിലെ ആഗോള രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ഈ പരീക്ഷണത്തിന് നേരിട്ട് ബന്ധമില്ലെന്നും വർഷങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ച സാധാരണ പരീക്ഷണമാണിതെന്നാണ് അമേരിക്കൻ പ്രതിരോധ വിഭാഗം ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ വിശദീകരണം ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതിനുള്ള പ്രധാന കാരണം ഈ സംഘർഷ സമയത്ത് തന്നെയാണ് അമേരിക്ക ഇത് പരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആശങ്ക ഇപ്പോൾ ഉയരുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ആഗോളതലത്തിലേക്ക് വ്യാപിക്കുമെന്ന ഭീതി നിലനിൽക്കെ തങ്ങളുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന പരീക്ഷണമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാനിൽ ഇതിനകം തന്നെ 2000-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം പടരുന്നത് തടയാൻ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തുടരുകയാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ മിസൈൽ പരീക്ഷണത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. US ആണവായുധ ശേഖരത്തിന്റെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്താൻ ഇത്തരം പരീക്ഷണങ്ങൾ അനിവാര്യമാണെന്നാണ് പെന്റഗൺ പറയുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതോടെ ആഗോള എണ്ണ വിപണിയെയും വ്യോമയാന മേഖലയെയും ഇത് ഗുരുതരമായി തന്നെ ബാധിക്കും. ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള വാർഹെഡുകൾ വഹിക്കാൻ ഈ മിസൈലിന് സാധിക്കുമെന്നത് സാഹചര്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പ്രാദേശിക സംഘർഷത്തിൽ നിന്ന് മാറി ആഗോള ആണവ ഭീഷണിയിലേക്ക് വളരുന്നു എന്നതിന്റെ സൂചനയാണ് മിനിറ്റ്മാൻ 3 പരീക്ഷണം നൽകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇറാനിലെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുന്നതിനിടയിൽ ഇത്തരമൊരു നീക്കം നടത്തിയത് നയതന്ത്രപരമായ സമ്മർദ്ദ തന്ത്രം കൂടിയാണ്. ഹിരോഷിമയേക്കാൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ യുദ്ധം പരിധി വിട്ടാൽ ഉണ്ടാകാവുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നത് ലോകത്തെ വലിയൊരു ദുരന്തത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഈ ഭീതി അകറ്റാൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും അമേരിക്കയുടെ മിസൈൽ പരീക്ഷണം ലോകത്തിനാകെ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ.